അന്ധകാരത്തിന്റെ ആ ശവക്കല്ലറയിൽ മണ്ണും പുഴുക്കളും നിറഞ്ഞ ആ ഇടുങ്ങിയ ചുമരുകൾക്കിടയിൽ യുഗങ്ങളോളം നിങ്ങൾ തനിച്ചായിരുന്നു. പെട്ടെന്ന് സർവ്വചരാചരങ്ങളെയും പിടിച്ചുലയ്ക്കുന്ന ആ ഭീകരമായ ഗർജനം മുഴങ്ങുന്നു. അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഇസ്രാഫീൽ അലൈഹിസലാം രണ്ടാമത്തെ സൂർ മുഴക്കിയിരിക്കുന്നു. നിങ്ങളുടെ മുകളിലുള്ള മണ്ണ് പിളരുന്നു. നിങ്ങൾ പ്രാണവായുവിനായി വെപ്രാളപ്പെട്ട് മണ്ണിൽ നിന്ന് തലയുയർത്തുന്നു. ഒരു നിമിഷം നിങ്ങൾ ചുറ്റും നോക്കൂ. കണ്ണെത്താ ദൂരത്തോളം കോടാനുകോടി മനുഷ്യർ. മണ്ണിൽ നിന്ന് ഒരു ഉറുമ്പിൻ കൂട്ടത്തെ പോലെ മനുഷ്യർ ഓരോരുത്തരായി മുളച്ചുവരുന്നു. ആദം നബി അലൈഹിസലാം മുതൽ ലോകാവസാനത്തെ ആ കുട്ടി വരെ അതാ അവിടെ ഹാജരായിരിക്കുന്നു. നിങ്ങളുടെ മക്കളതാ അങ്ങേയറ്റത്ത് ഭയന്ന് കരയുന്നു. പക്ഷേ നിങ്ങൾക്കവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഭയം അനുവദിക്കുന്നില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കടന്നുപോകുന്നു. പക്ഷേ അവർക്ക് നിങ്ങളെ അറിയില്ല. ഓരോരുത്തരും തങ്ങളുടെ വിധി എന്താകുമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. നാം ദുനിയാവിൽ സ്നേഹിച്ചവരൊക്കെ അന്ന് അന്യരായി മാറുന്നു. ആകാശം ചെമ്പ് ഉരുക്കിയതുപോലെ ചുവന്നു തൊടുത്തിരിക്കുന്നു. നക്ഷത്രങ്ങൾ വെളിച്ചം കെട്ടുതിർന്നു വീഴുന്നു. പർവ്വതങ്ങൾ കടഞ്ഞ കമ്പിളി പോലെ വായുവിൽ പാറി നടക്കുന്നു. നാം പടുത്തുയർത്തിയ ഈ അഹങ്കാരത്തിന്റെ ലോകം ഇന്ന് വെറും ഒരു പുകപടലം മാത്രം. നിങ്ങളുടെ ആത്മാവിനെ വിറകുള്ളിക്കുന്ന ആ മഹാസത്യങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. ഇത് വെറുമൊരു കഥയല്ല, നിങ്ങളുടെ നാളത്തെ രേഖയാണ്. അവസാന നിമിഷം വരെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ നിങ്ങളുടെ ആഖിറത്തിന്റെ വിധി ഒളിഞ്ഞിരിപ്പുണ്ട്. മണ്ണിൽ നിന്ന് എഴുന്നേറ്റ നിങ്ങൾ ഇപ്പോൾ ആ വിസ്തൃതമായ വെള്ള സമതലത്തിലാണ്. കുന്നുകളോ താഴ്വരകളോ ഇല്ലാത്ത, ഒളിക്കാൻ ഒരു കല്ലിന്റെ മറ പോലും ഇല്ലാത്ത സഹിറ എന്ന വെള്ള മൈതാനം. ഇതിനെ ഖുർആൻ വിശേഷിപ്പിച്ചത് വെള്ളിയേക്കാൾ വെളുത്ത, അടയാളങ്ങളില്ലാത്ത ഭൂമിയെന്നാണ്. നാം ഇന്ന് ദുനിയാവിൽ വെച്ച് അഹങ്കരിച്ച നമ്മുടെ ആഡംബര വാഹനങ്ങളോ ബംഗ്ലാവുകളോ പദവികളോ ഒന്നും അന്ന് നിങ്ങളുടെ കൂടെയില്ല. നബി പഠിപ്പിച്ചതുപോലെ മനുഷ്യൻ അന്ന് പൂർണ്ണ നഗ്നനായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ഒരു വിമാനത്താവളത്തിലോ റെയിൽവേ സ്റ്റേഷനിലോ നഗ്നനായി നിൽക്കേണ്ടി വന്നാൽ നിങ്ങൾ എത്രമാത്രം ലജ്ജിക്കും. എന്നാൽ അന്ന് ആ ലജ്ജയേക്കാൾ വലുത് ഭയമായിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പേടിയോടെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം നോക്കില്ലേ? ആ നഗ്നത ലജ്ജയുണ്ടാക്കില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നിങ്ങളെ ചിന്തിപ്പിക്കട്ടെ. ആയിഷ തന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഭയം കാരണം മറ്റൊരാളെ നോക്കാൻ കഴിയാത്ത വിധം അത്രയും വലിയ ഭീകരതയിലായിരിക്കും അന്ന് ഓരോ മനുഷ്യനും.